നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബെക്സ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അതായത് സിസ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വെബെക്സ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം പോലത്തെ ഏതെങ്കിലും ഒരു ബ്രൗസർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസർ എടുക്കുക. എന്ത് സെർച്ച് ചെയ്യുക? സിസ്കോ വെബ് എക്സ് വെബെക്സ് കണ്ടോ, CICSCO സിസ്കോ വെബ് എക്സ് കേട്ടോ. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് വെബെക്സ് എന്ന് കാണാൻ പറ്റും. സൈറ്റ് തന്നെയാണെന്ന് കൺഫേം ആക്കുക കേട്ടോ. webex.com ആണെന്ന് കൺഫേം ആക്കിയ ശേഷം ഡൗൺലോഡ് വെബെക്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വിൻഡോസിൻ്റെ 64 ബിറ്റും 32 ബിറ്റും കാണാൻ പറ്റും. നിങ്ങൾ ഏതാണോ അത് നോക്കി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനി മാക് ആണെങ്കിലോ ആപ്പിൾ സിലിക്കൺ ചിപ്പാണോ ഇന്റൽ ചിപ്പാണോ ചോദിക്കുമ്പോൾ നമ്മളിവിടെ ഇന്റൽ ആണോ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ അതായത് M1 M2 M3 M4 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. M5 ഒക്കെ ചിപ്പുകൾ യൂസ് ചെയ്യുന്നവർ ഇത് യൂസ് ചെയ്യാം. ഇന്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. 250 MB വരുന്ന ചെറിയൊരു ഫയലാണ് കേട്ടോ, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൻ്റെ അകത്ത് ഇത് വന്നിട്ടുണ്ടാവില്ല, ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഡബിൾ ക്ലിക്ക് അടിക്കുക. വിൻഡോസിലാണെങ്കിൽ നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ നോക്കിയിട്ട് സാധാരണ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ല, അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. മാക് ആണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് ആഡ് ചെയ്യാം. കോപ്പി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവില്ല, മേലെ തന്നെ വെബെക്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോൾഡറിൻ്റെ അകത്ത് വന്നാലും വെബെക്സ് കാണാം. ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ അപ്പ് എന്നുള്ള ഒരു ബട്ടൺ കൊടുക്കുക. സൈൻ അപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ മീറ്റിങ്ങിന് ഈ മെയിൽ ID അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, ഞാൻ വേറൊരു മെയിൽ ID ആണ്. അപ്പോൾ നിങ്ങളിവിടെ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ ചോദിക്കും സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുത്തില്ലേ, എങ്ങനെയാലും കുഴപ്പമില്ല. നിങ്ങളത് ഫസ്റ്റ് സൈൻ അപ്പ് ചെയ്തു, ഇനി ലോഗിൻ ചെയ്യണം. കണ്ടിന്യൂ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോർമലി ഓരോ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തില്ല, അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി വേറൊരു മെയിൽ വെച്ച് സൈൻ അപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്താൽ മതി. ഇനി സൈൻ ഇൻ ചെയ്യാം. ഞാനിപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. പിന്നീട് ക്ലാസ്സിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഓൾറെഡി ഇവിടെ ഞാനിപ്പോൾ 1-2 ഷെഡ്യൂളുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൂടെ ഷെഡ്യൂളായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു വീഡിയോ കോൾ വരും, അത് അറ്റൻഡ് ചെയ്യുക. എന്ന് ലാപ്ടോപ്പിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ സ്ക്രീൻ ഷെയർ ചെയ്ത് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കാം കേട്ടോ.